വർഗീയതയ്ക്കെതിരായി കേരളം വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്ന രാജ്യത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. ഇപ്പോൾ നോക്കിയാൽ കോൺഗ്രസ് വലിയ പ്രബലമായിരുന്ന സംസ്ഥാനങ്ങളുണ്ട്, ഇപ്പോഴും ശേഷിയുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെയുണ്ട്. അവിടെ അടക്കം ഈ വർഗീയതയെ ചെറുക്കുന്നതിൽ എത്രമാത്രം കോൺഗ്രസ്സിന് കഴിയുന്നു എന്ന് നോക്കുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വാധീനം കോൺഗ്രസ്സിന് കേരളത്തിലുണ്ടായിട്ടും വർഗീയതയെ ചെറുക്കുന്നതിന് ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി കേരളം വളരെ സവിശേഷമായ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ സമീപകാലത്തെ വലിയ പ്രചാരണം ആ ഇടതുപക്ഷത്തെ സംബന്ധിച്ച ഒരു വലിയ തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലേക്ക് വർഗീയതയെ ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ വർഗീയതയുടെ മുൻകാല സാഹചര്യങ്ങൾ, മാറാട് കലാപം പോലുള്ളവ വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വീണ്ടും കടന്നു വരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതടക്കം ചൂണ്ടിക്കാട്ടി കേരളത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇപ്പോൾ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കനകോലു പറയുന്നതനുസരിച്ച് വിവാദങ്ങൾ കുറെ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഭരണത്തെ വിലയിരുത്തലല്ല, കടക്കുപുറത്ത് എന്ന നിലയിലേക്ക് ഒരു ക്യാമ്പയിനുമായി പോകാനാണ് പ്രതിപക്ഷം ശ്രമിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് സ്വീകരിച്ചത്, അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളോട് വിശദീകരിക്കുന്നത് വളരെ ഗൗരവമായി ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാണ്, ജനങ്ങളുടെ പലതരം തെറ്റിദ്ധാരണകൾ മാറുന്നതിന് ഇടയാക്കും എന്നാണോ വിലയിരുത്തൽ? AK ആന്റണി, കുഞ്ഞാലിക്കുട്ടി, മാറാട് കാലത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഗൗരവമായി കോൺഗ്രസ് വിശദീകരിക്കേണ്ട പ്രശ്നമാണോ? തീർച്ചയായും നമ്മളിത് ശരിയായ നിലയിൽ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, കേരളത്തിലിപ്പോൾ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി CPIM-ഉം ഇടതുപക്ഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു കനകോലു നെറേറ്റീവ് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുതകളെ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. ഒന്ന്, CPIM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയുടെ പരിപാടിക്കനുസരിച്ചാണ്. പരിപാടിയും ഭരണഘടനയും അനുസരിച്ചുകൊണ്ടാണ് ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും പ്രവർത്തിക്കുകയും അതിൻ്റെ ലക്ഷ്യമായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ CPM-ൻ്റെ പാർട്ടി പരിപാടിക്കകത്ത് തന്നെ ഭരണകൂടവും ജനാധിപത്യവും എന്ന അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ 9-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി ഭരണഘടനാപരമായി ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, അതിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, സാമ്പത്തികവും സാമൂഹികവുമായി അവർ നേരിടുന്ന അവസര സമത്വത്തിലെ വിവേചനത്തെക്കുറിച്ച്, ഇതെല്ലാം വളരെ കൃത്യമായി വിവേചനങ്ങൾക്കിരയാകുന്നതിനെക്കുറിച്ച് പരാമർശിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുമെന്ന് പാർട്ടിയുടെ പരിപാടിയിലൂടെ പറയുകയാണ്. ഇതേപോലെ തന്നെയാണ് ആ ഭാഗത്ത് RSS എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് നേരെയും മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെയും രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും അതിന് പരിഹാരം കാണൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് എന്ന് കരുതുന്ന, അത് പ്രഖ്യാപിതമായി ഭരണഘടനാപരമായി അതുപോലെ തന്നെ പാർട്ടി പരിപാടിക്കകത്ത് ഉൾപ്പെടുത്തിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് CPIM എന്ന്. എന്നാൽ കോൺഗ്രസിന് ഇങ്ങനെയൊന്ന് സങ്കല്പിക്കാൻ വേണ്ടി പറ്റുമോ? കോൺഗ്രസിന് അങ്ങനെ ഒരു പരിപാടിയെ രാജ്യത്തുണ്ടാകുമെന്ന് കരുതുന്നില്ല. അങ്ങനെ ഒരു പരിപാടിയോ ഭരണഘടനയോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ RSS-നെതിരായി അതിനകത്ത് ഒറ്റ വാചകമുണ്ടാകുമെന്ന് ഏതെങ്കിലും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? ഇത് അടിത്തറയിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ നിലപാടാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, ഒരു ഇടതുപക്ഷക്കാരനായി ഒരാൾ മാറുക എന്ന് പറഞ്ഞാൽ വർഗീയതക്കെതിരായ പോരാട്ടം ജീവിതത്തിൽ ആരംഭിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കണം. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന് പറഞ്ഞത് മാറാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാറാട് കലാപം നടന്നു. ആ കലാപത്തിൻ്റെ സ്ഥലത്തേക്ക് വെറും സന്ദർശനത്തിനല്ല പോകുന്നത്. മാറാട് കലാപാനന്തരം അവിടെ ഉണ്ടായ സംഭവം എന്തായിരുന്നു? അവിടെ RSS-ൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഇനിയൊരു മുസ്ലിമിനെയും മാറാട് കടപ്പുറത്ത് കാലുകുത്തിക്കില്ല എന്നുള്ളതായിരുന്നു. ആ പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആന്റണിയും മന്ത്രിമാരായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും പോലെയുള്ള ആളുകൾ മാറാട് കടപ്പുറം സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്. അവിടെയാണ് ഭീഷണി ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയോട് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് വരാം, പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിം നാമധാരികളായ ആളുകൾ വരാൻ വേണ്ടി പാടില്ല, അത് ഞങ്ങളുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. അവിടെയാണ് AK ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും ചർച്ച നടത്തി മുസ്ലിം നാമധാരികളായ മന്ത്രിമാരുൾപ്പെടെ പോലീസിൻ്റെ അകമ്പടി ഉണ്ടായിട്ടും ഈ RSS-ൻ്റെ തിട്ടൂരത്തെ മറികടന്ന് പോകാൻ വേണ്ടി തയ്യാറാകാതെ അവർക്ക് വഴങ്ങിക്കൊടുത്തത്. യഥാർത്ഥത്തിൽ അതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം മറ്റൊരു സംഭവം കൂടിയുണ്ട്. ആ സംഭവം എന്ന് പറയുന്നത് അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയൻ മാറാട് കടപ്പുറം സന്ദർശിക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ വന്നു. അവിടെയും ഈ തിട്ടൂരം RSS പറഞ്ഞു, സഖാവ് പിണറായി വിജയൻ വരാം, തടസ്സമില്ല, പക്ഷേ സ്ഥലം MLA ആയ
VKC മുഹമ്മദ് കോയയോ അവിടുത്തെ പാർട്ടി നേതാവായിട്ടുള്ള എളമരം കരീമോ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നതായിരുന്നു തിട്ടൂരം. പക്ഷേ അതിന് മറുപടി CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറഞ്ഞത് പാർട്ടിയുടെ സെക്രട്ടറി എവിടെ പോകണമെന്നോ ആര് കൂടെ ഉണ്ടാകണമെന്നോ തീരുമാനിക്കുന്നത് RSS അല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പോലീസ്, ഇതേ AK ആൻ്റണിയുടെ പോലീസ് പറഞ്ഞു സംരക്ഷണം നൽകാൻ വേണ്ടി കഴിയില്ല എന്ന്. സംരക്ഷണം വേണ്ട, നട്ടലില്ലാത്ത മന്ത്രിയെ കൂട്ടിപ്പോകാൻ വേണ്ടി പറ്റാത്ത അവിടെ സംരക്ഷണം വേണ്ട, പകരം ഞങ്ങളുടെ ചുവന്ന വളണ്ടിയർ സേനയുണ്ട് എന്ന് പറഞ്ഞ്, പാർട്ടി വളണ്ടിയർമാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പോയി അവിടെയുള്ള മുഴുവൻ മരിച്ച വീടുകളും സന്ദർശിച്ചു. പോകുമ്പോൾ ഇടത്ത് എളമരം കരീമും വലത്ത് സഖാവ് VKC മുഹമ്മദ് കോയയും ഉണ്ടായിരുന്നു. തടയാൻ RSSന് പറ്റിയിട്ടില്ല, ഒരു ഞാഞ്ഞൂലും വാല് പൊക്കിയിട്ടില്ല. ആ നിലപാടാണ് അന്നും ഇന്നും ആവർത്തിക്കുന്നത്. ആ നിലപാടില്ലാത്ത AK ആൻ്റണിയുടെ പ്രസ്ഥാനമാണ് ഇന്ന് ഈ കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ AK ആൻ്റണിയാണ് ഈ പറഞ്ഞ RSSന് വഴങ്ങിക്കൊണ്ട് സ്വന്തം മകനെ RSSന് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ പുനർജനിയെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന്. ഇവിടെ ആരോ വഴിയെ പോകുന്ന ആളുകളൊക്കെ BJPയിൽ പോയി എന്നെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ ഇതേ AK ആൻ്റണി എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മകൻ BJPയിലേക്ക് പോകുമ്പോൾ മാധ്യമപ്രവർത്തകരോട് എന്താ പറഞ്ഞത്? എന്നോടൊന്നും ചോദിക്കരുത് എന്ന്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സെലക്റ്റീവാണവർ, അവർ ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള AK ആൻ്റണിയുടെ മകൻ BJPയിൽ പോയപ്പോൾ ചോദ്യങ്ങളില്ല, ഇപ്പോഴും ചോദ്യമില്ല. ഈ ശ്രീ AK ആൻ്റണിയുടെ മകൻ മാത്രമല്ലല്ലോ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരായ 4 പേർ, അതിലൊന്ന് R ശങ്കറാണ്, AK ആൻ്റണിയാണ്, K കരുണാകരനാണ്, ഉമ്മൻചാണ്ടിയാണ്. ഇതിൽ 3 പേരുടെയും R ശങ്കറിൻ്റെ മകൻ, AK ആൻ്റണിയുടെ മകൻ, K കരുണാകരൻ്റെ മകൾ എല്ലാം തന്നെ BJPയിലേക്ക് പോയിരിക്കുന്നു. ഇനി ബാക്കിയുള്ള നിങ്ങളുടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനുണ്ടല്ലോ, ചാണ്ടി ഉമ്മൻ, അദ്ദേഹമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ നിൽക്കുന്നത്. അതായത് മോദിക്ക് വേണ്ടി വാദിക്കാനുള്ള അഭിഭാഷക പാനൽ ഇപ്പോഴും നിൽക്കുന്നു. പുല്ല എന്ന് പറഞ്ഞ ആ സ്ഥാനം വലിച്ചെറിയണ്ടേ? വലിച്ചെറിയില്ലേ? ഇവിടെ മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അതിന് തയ്യാറായിട്ടില്ലല്ലോ. എന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുനർജനിയുടെ കാര്യവും വ്യത്യസ്തമല്ല. പുനർജനിയുടെ കാര്യത്തിലും ഇതേ രീതിയിൽ ഒരു സെലക്റ്റീവായ സാഹചര്യം തന്നെയാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. സതീശൻ എന്തിനാണ് പോയതെന്നോ അവിടെ പോയി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പണം സ്വരൂപിക്കുകയും നിയമവിരുദ്ധമായ വഴികളിലൂടെ കൊണ്ടുവരികയും അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയും എല്ലാം ചെയ്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ചില സിനിമകളിലെല്ലാം നമ്മൾ കാണുമല്ലോ, കുറേ നാളുകൾ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, കുറേ നാളുകൾ ഇങ്ങനെ സൗമ്യമായ നല്ല കഥാപാത്രങ്ങളായി തോന്നുകയും അവരോടൊപ്പം നിൽക്കുകയും അവസാന ഘട്ടമാകുമ്പോഴേക്ക് അവരുടെ വില്ലത്തരം പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ക്ലൈമാക്സ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചത്. ആ ക്ലൈമാക്സിൽ നമ്മൾ കാണുകയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച എല്ലാവരും മറ്റത്തൂരിൽ BJPക്ക് പിന്തുണ കൊടുക്കുകയാണ്. അപ്പുറത്ത് കുമരകത്ത് വേറെയും കാഴ്ച കാണുകയാണ്, BJPയോടൊപ്പം നിൽക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൂട്ടത്തോടെ വോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കേരളത്തിൽ കാണുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നുകൂടി സൂചിപ്പിക്കേണ്ടത്, ഒരു പ്രസ്താവനയാണ് എടുക്കുന്നതെങ്കിൽ ഒറ്റ കാര്യം ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അല്ല ഒറ്റ കാര്യം, അതായത് ഇത് ഈ റൗണ്ടിൽ പറയേണ്ട ഒരു കാര്യമാണ്, വിട്ടുപോകും, അതുകൊണ്ടാണ്. അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി സംസാരിക്കുന്നത്, മുസ്ലിം ലീഗിനെതിരായി സംസാരിക്കുന്നത് എന്ന് വരുത്തി ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഇതേ AK ആൻ്റണി നമുക്ക് ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്, ന്യൂനപക്ഷം സംഘടിതരാണ്, അവർ വിലപേശുകയാണ്. ലീഗ് സംഘടിതരാണ് എന്നല്ല പറഞ്ഞത്, മുസ്ലിം ലീഗ് സംഘടിതരാണ്, മുസ്ലിം ലീഗ് വിലപേശുകയാണ് എന്നല്ല പറഞ്ഞത്. ന്യൂനപക്ഷം കേരളത്തിൽ സംഘടിതരാണ്. അതല്ലേ ന്യൂനപക്ഷത്തിനെതിരായ പ്രസ്താവന എന്ന് പറയുന്നത്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ വിമർശനമാകുക? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വർഗീയത നിലപാടിനെതിരായി ശബ്ദിക്കുന്ന എങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാവുക? ആ ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗവും മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരാണ്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വിമർശിക്കുക എന്ന് പറയുന്നത്.